ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ നാലാമത്തെ ടെസ്റ്റിന് വേണ്ടിയാണ്. മൂന്നാമത്തെ ടെസ്റ്റ് സമനിലയിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ ടെസ്റ്റിൽ അശ്വിൻ വിരമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ അശ്വിന് പകരം പുതിയൊരു താരത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. നാലാമത്തെ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ ഗൗതം ഗംഭീർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്ക് ഇനി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് പ്രതീക്ഷയില്ല. ഇന്ത്യ തോൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന 2 ടെസ്റ്റിലെങ്കിലും ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ചെറിയൊരു ഹോപ്പുള്ളൂ. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. നാലാമത്തെ ടെസ്റ്റിന് വേണ്ടി മുഹമ്മദ് ഷമിയെ ടീമിലേക്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ താരത്തിന് വീണ്ടും പരിക്കേറ്റിരിക്കുകയാണ്. സയ്യിദ് മുസ്താഖ് അലിയിലാണ് ഷമിക്ക് പരിക്കേറ്റത്. അതുകൊണ്ട് ഷമിയെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അശ്വിൻ വിരമിച്ചതുകൊണ്ട് ഒരു പകരക്കാരനെ ആവശ്യമാണ്. ഇപ്പോഴിതാ BCCI പുതിയൊരു താരത്തെ അശ്വിന് പകരം ടെസ്റ്റിലേക്ക് എടുത്തിരിക്കുകയാണ്. അശ്വിന് പകരം 26 വയസ്സുള്ള തനുഷ് കോട്ടിയാനെയാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. ഒരു ഓഫ് സ്പിന്നർ ഓൾറൗണ്ടർ ആണ് തനുഷ്. അതുകൊണ്ടാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. ഷമിക്ക് കായികക്ഷമത വീണ്ടെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ടീമിലേക്ക് എടുത്തിട്ടില്ല. നാലാമത്തെ ടെസ്റ്റിൽ വലിയ മാറ്റങ്ങളാണ് ടീം ഇന്ത്യ കൊണ്ടുവരുന്നത്. ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. രോഹിത് ശർമ്മ ഓപ്പണിംഗിലേക്ക് വരികയാണ്. രാഹുലായിരിക്കും 6ാമത് കളിക്കുന്നത്. ജയ്സ്വാളും രോഹിത്തും ഓപ്പണിംഗിൽ കളിച്ചാൽ അത് ഇന്ത്യക്ക് നേട്ടം തന്നെയാണ്. മികച്ചൊരു ടാർഗറ്റ് ബിൽഡ് ചെയ്താൽ മാത്രമേ ഇനി ഇന്ത്യക്ക് ടെസ്റ്റ് ജയിക്കാൻ സാധിക്കൂ. കോഹ്ലിയെ പുറത്തിരുത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പകരം സർഫ്രാസ് ഖാനായിരിക്കും പ്ലേയിങ് 11-ൽ കളിക്കാൻ പോകുന്നത്. 1 ഡൗണിൽ ശുഭ്മാൻ ഗില്ല് ബാറ്റ് ചെയ്യും. 4 നമ്പറിൽ സർഫ്രാസ് ഖാനാണ് കളിക്കുന്നത്. ഈ നാലാമത്തെ ടെസ്റ്റിലും ഇന്ത്യ തോറ്റാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. സീനിയർ താരങ്ങളെ പുറത്താക്കുകയാണ്. സഞ്ജു, ശ്രേയസ് തുടങ്ങിയ യുവതാരങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും. അതുപോലെ സൂര്യ തിലകൊക്കെ ടെസ്റ്റ് ടീമിലേക്ക് വരികയാണ്. ചിലപ്പോൾ അവസാനത്തെ ടെസ്റ്റിൽ യുവതാരങ്ങളെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. സഞ്ജുവിനെ ഓസ്ട്രേലിയൻ ടീമിലേക്ക് വിളി വരാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.